തിരുവനന്തപുരം പാൽക്കുളങ്ങര ജംഗ്ഷന് സമീപം, അതായത് പാൽക്കുളങ്ങര UP സ്കൂളിന് നേരെ എതിർവശം കാണുന്ന മടശ്ശേരി ലൈൻ ജസ്റ്റ് ഇങ്ങനെ കയറി വന്നാൽ നമുക്ക് ആ ഒരു മെയിൻ റോഡിൽ നിന്ന് മൂന്നാമത്തെ പ്ലോട്ടായിട്ട് നമുക്കിതായി ഈ കാണുന്ന പ്രോപ്പർട്ടി വിൽപ്പനയ്ക്കുണ്ട്. ഇത് വന്നിട്ട് 6.7 സെൻറ്റിൽ ഏകദേശം 2600 സ്ക്വയർ ഫീറ്റ് വരുന്ന വീടാണ്. നല്ല നീറ്റായിട്ടുള്ള റോഡ് ആക്സസ് ഉള്ള അടിപൊളി ഒരു പ്രോപ്പർട്ടിയുടെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ തൊട്ടടുത്തായിട്ട് ഈഞ്ചക്കൽ ജംഗ്ഷൻ, അതുപോലെ ഇവിടെ നിന്ന് MOTയിലേക്ക് കയറാൻ ഇതിൻ്റെ ഇടയിലൂടെയൊക്കെ തന്നെ വഴിയുണ്ട്. ആ രീതിയിൽ വരുന്നൊരു പ്രോപ്പർട്ടിയാണ്. നല്ലൊരു പ്രൈം ലൊക്കേഷനാണ്. ഇവിടെ നിന്ന് നമുക്ക് മെയിൻ റോഡിൽ ഇറങ്ങി ഇടത്തോട്ട് പോയി കഴിഞ്ഞാൽ ചാക്കേരടുത്ത് നിന്ന് കയറാം. പുത്തൻ റോഡ് എന്ന് പറഞ്ഞാൽ അവിടെ കൂടെ ചെന്ന് കയറാൻ സാധിക്കും. അതായത് നിങ്ങൾ പേട്ട സൈഡിൽ നിന്ന് വരുവാണെന്നുണ്ടെങ്കിൽ ചാക്ക എത്തുന്നതിന് മുമ്പ് ഇടത്തോട്ട് പുത്തൻ റോഡ്, അത് നേരെ കയറി വരുന്നത് പാൽക്കുളങ്ങര ജംഗ്ഷൻ വരും. ജംഗ്ഷനിൽ തന്നെ UP സ്കൂളിൻ്റെ നേരെ എതിർവശം കാണുന്ന റോഡ് ഈസിലി ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കും. ഇവിടെ നിന്ന് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്ക് എളുപ്പം പോകും. ഇവിടെ നിന്ന് നമുക്ക് മെയിൻ റോഡിൽ ഇറങ്ങി വലത്തോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ പടിഞ്ഞാറേക്കോട്ട എത്തും. അവിടെ നിന്ന് നമുക്ക് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്കും പോകാൻ സാധിക്കും. ഈ രീതിയിലൊക്കെ ആക്സസിബിലിറ്റി ഉള്ളതുകൊണ്ട് തന്നെ ഈ വീട് നിങ്ങൾ ടോട്ടലായിട്ട് എടുത്താൽ, അതായത് ടോട്ടലായിട്ട് 6 റൂം വരുന്ന വീടാണ്. 2 നിലകൾ സെപ്പറേറ്റ് യൂണിറ്റാക്കി വേണമെങ്കിൽ വാടകയ്ക്ക് കൊടുക്കാം. ഡെയിലി റെൻറ്റിന് സാധ്യതയുള്ള ലൊക്കേഷനാണ്. ഈ വീടൊന്ന് വൃത്തിയാക്കി എടുത്ത് Airbnbയിലൊക്കെ രജിസ്റ്റർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡെയിലി റെൻറ്റിന് സാധ്യതയുള്ള ലൊക്കേഷനാണ്. നമുക്കിത് മുൻവശത്ത് ഒരു 3 വണ്ടികൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. മെയിനായിട്ട് ഈ പത്മനാഭസ്വാമി ക്ഷേത്രം അടുത്ത്, എയർപോർട്ട് തൊട്ടടുത്ത്, ആ രീതിയിലൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഞാൻ ഈ പറഞ്ഞൊരു ബിസിനസ്സിന് സാധ്യതയുണ്ട്. മുൻവശത്ത് നമുക്കിതായി ഫുള്ളായിട്ട് ഗേറ്റ് ആക്കി കൊടുത്താൽ എത്ര വണ്ടി വേണമെങ്കിലും ഇതിനകത്ത് 3 വണ്ടികൾ സുഖമായിട്ട് ഗേറ്റ് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. വീട് പൂർണ്ണമായിട്ട് ഇഷ്ടികയിൽ നിർമ്മിച്ചിട്ടുള്ള വീടാണ്. നമുക്ക് ഈ താഴത്തെ നില വന്നിട്ട് ഏകദേശം 20 വർഷം പഴക്കവും ഇതിൻ്റെ മേളത്തെ നില 12 വർഷമാണ് പഴക്കം വരുന്നത്. നമ്മുടെ വീടിൻ്റെ ലേഔട്ട് വരുമ്പോൾ താഴത്തെ നിലയിൽ തന്നെ 3 ബെഡ്റൂം, ഹാള്, കിച്ചൺ, അതുപോലെ തന്നെ മേളത്തെ നിലയിലുണ്ട്. കയറി വരുമ്പോൾ ഈ ഭാഗത്തായിട്ട് നമുക്കൊരു ബെഡ്റൂം കാണാം. ഈ ഒരു റൂമിന് അറ്റാച്ച്ഡ് ബാത്റൂം കൊടുത്തിട്ടില്ലേ. നമുക്ക് എന്നിട്ട് ഇവിടെ നിന്ന് ഒരു സ്റ്റെയർ റൂമിലേക്ക് ഈ രീതിയിൽ എൻട്രൻസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ വീടിന് പുറത്ത് നിന്ന് നമുക്ക് ഈ സ്റ്റെയർ റൂമിലേക്ക് ആക്സസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇഫ് ഇൻ കേസ് ഇത് ക്ലോസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മേളത്തെ നില നമുക്കൊരു സെപ്പറേറ്റ് യൂണിറ്റ് ആക്കി മാറ്റിയെടുക്കാവുന്നതാണ്. ഈ ഭാഗത്തായിട്ട് ഹാള്, ഡൈനിങ് ഏരിയ, അതായത് ലിവിങ് സ്പേസും ഡൈനിങ് ഏരിയയും ഇവിടെ വരും. നമുക്കിതാ ഈ ഭാഗത്തായിട്ട് 2 ബെഡ്റൂംസ് വരുന്നുണ്ട്. ഇതേ സെയിം ലേഔട്ട് തന്നെയാണ് നമുക്ക് മേളിലും വരുന്നത് കേട്ടോ. ഈ 2 റൂമുകളും അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ്. നമുക്ക് അത്യാവശ്യം ചെറിയ രീതിയിലുള്ള റെനോവേഷൻ വർക്ക് വീടിന് ചെയ്യേണ്ടതായിട്ട് വരും. ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ പർപ്പസിനൊക്കെ നിങ്ങൾക്ക് ഒരു Airbnb ഒക്കെ ആക്കണമെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ സാധ്യതയുള്ള ലൊക്കേഷനാണ്. ഇത് അടുത്തൊരു ബെഡ്റൂമാണ്. ഇതും അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ്. നമുക്കിതാ ഈ ഭാഗത്തായിട്ട് വാഷ് ഏരിയ സജ്ജീകരിച്ചിട്ടുണ്ട്. നമുക്കിതാ ഇങ്ങനെയാണ് കിച്ചണിലേക്കുള്ള എൻട്രൻസ് വരുന്നത്. അതിന് മുന്നേ ഈ ഭാഗത്തായിട്ട് ഒരു സ്റ്റോർ റൂം, ഇവിടെ നമുക്കൊരു യൂട്ടിലിറ്റി ഏരിയ ഉണ്ട്. ഈ ഭാഗത്ത് നമ്മുടെ വാഷിംഗ് മെഷീൻ എല്ലാം വെക്കാനുള്ള പ്രൊവിഷൻ. അവിടെ നിന്ന് തന്നെ ഒരു കോമൺ ബാത്റൂമിലേക്കും എൻട്രൻസ് വരും. കിച്ചണിൽ വരുമ്പോഴത്തേക്കും നമുക്ക് ഫുള്ളായിട്ട് സ്ലാബ് ചെയ്ത് അടിയിലേക്കെല്ലാം ഇങ്ങനെ അടച്ചിട്ടെടുത്തിരിക്കുവാണ്. പിൻവശത്തേക്ക് നമുക്ക് അത്യാവശ്യം നല്ലൊരു ബാക്ക് യാർഡും പ്രോപ്പർട്ടിയുടെ പ്രത്യേകതയാണ്. അപ്പോൾ ഫസ്റ്റ് ഫ്ലോറിലേക്ക് വരുമ്പോൾ നമുക്ക് താഴത്തെ ആ ഒരു ബെഡ്റൂമിൻ്റെ സ്പേസ് ഇതുപോലെയാണ്. പക്ഷേ ഇതൊരു ഓപ്പൺ ഏരിയ ആയിട്ടാണ് മാറ്റിയിട്ടുള്ളത്. വേണമെങ്കിൽ ഇത് തന്നെ നമുക്ക് ബെഡ്റൂം ആക്കാം. ഇവിടെ ഒരു കോമൺ സ്പേസ്. ഈ ഭാഗത്തായിട്ട് നമുക്കൊരു കിച്ചൺ ഏരിയ. പിന്നെ അതുപോലെ നമുക്ക് 2 ബെഡ്റൂംസ് കൂടെ ഈ ഭാഗത്ത് വരുന്നുണ്ട്. ഈ 2 റൂമും അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ്. ഇവിടെ നിന്ന് ഇങ്ങനെ വന്നിട്ട് ഇതിൻ്റെ ബാത്റൂം ഈ ഭാഗത്തായിട്ട് വരും. കബോർഡും കാര്യങ്ങളും ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ ഈ ഭാഗത്തായിട്ട് അടുത്ത വലിയൊരു ബെഡ്റൂം കാണാം. ഇതും അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ്. നമുക്കിതാ ഈ ഒരു കോമൺ സ്പേസിൽ നിന്ന് ഇങ്ങനെ ഒരു ബാൽക്കണി ഏരിയയിലേക്ക് ആക്സസ് വരും. ശരിക്കും ഈ ബാൽക്കണിയിൽ നിന്ന് മേളിലേക്ക് വീണ്ടും സ്റ്റെയർ പ്രൊവൈഡ് ചെയ്ത് റൂഫിലേക്ക്, അതായത് നമ്മുടെ റൂഫ് ടോപ്പിലേക്ക് കയറാൻ സാധിക്കും. റൂഫ് ടോപ്പ് ഫുള്ളായിട്ട് ഇതുപോലെ ഷീറ്റ് ഇട്ടിട്ടുണ്ട്. അതിപ്പോൾ റീസെൻ്റായിട്ട് ചെയ്തൊരു വർക്കാണ്. അപ്പോൾ ആ രീതിയിൽ നമുക്ക് മേളത്തെ നിലയും പൂർണ്ണമായിട്ട് പ്രയോജനപ്പെടുത്താവുന്ന രീതിയിലാണ് പ്രോപ്പർട്ടിയുടെ കിടപ്പ്. താല്പര്യമുള്ളവർ നേരിട്ട് ഉടമയെ വിളിച്ച് ഈ പ്രോപ്പർട്ടിക്ക് ഉദ്ദേശിക്കുന്ന വില 2,40,00,000 രൂപയാണ്. ഈ പറഞ്ഞിരിക്കുന്ന വിലയിൽ നെഗോസിയേഷൻ സാധ്യതയുണ്ട്. അത് നേരിട്ട് ഇതിൻ്റെ ഉടമയായിട്ട് തന്നെ സംസാരിച്ച് ഡീലാക്കാവുന്നതാണ്.